ചാനൽ തെച്ചിത്തങ്കോ ഡയറീസ്. അപ്പോൾ എന്താ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലായില്ല, കാരണം അമ്മ ഇപ്പോൾ വന്നിരുന്നേ ഉള്ളൂ. വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ ടിക്ടോക്ക് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നു. എപ്പോഴത്തെ എൻ്റെ പണ്ടത്തെ വീഡിയോസ്, അത് ഏതാണെന്ന് അറിയില്ല. നമ്മുടെ എഡിറ്ററാണ് വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് വീഡിയോസ് ചൂസ് ചെയ്ത്. ഞാൻ പോലും കണ്ടിട്ടില്ല എന്തൊക്കെ വീഡിയോസാണ് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് പഴമയൊന്ന് തുടരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഭയങ്കര ഒരുമാതിരി അങ്ങനെ കുഴപ്പമില്ല, കാരണം പണ്ടത്തെ വീഡിയോസൊക്കെ കുറച്ച് ക്രിഞ്ചായിട്ടുള്ള വീഡിയോസാണ്. പക്ഷെ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇനി നിങ്ങൾക്ക് റിഗ്രറ്റ് ഒന്നും ഇല്ല, കാരണം അങ്ങനെ വന്നുകൊണ്ടാണല്ലോ ഇപ്പം അമ്മ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. നമുക്ക് കാണാം ഏതാ വീഡിയോസ് എനിക്കും അറിയില്ല, അമ്മക്കും അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. ഞാൻ പണ്ട് ടിക്ടോക്ക് എടുക്കാൻ വേണ്ടി സാരിയൊക്കെ കൊടുത്ത് നിന്നപ്പോ നീ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്, അതായിരിക്കും. ഞാൻ സാരിയൊക്കെ കൊടുത്ത് നിന്നപ്പോ ഈ അമ്മ ബാക്കില് എന്റെ ബിഹൈൻഡ് ദ സീൻ എടുക്കാൻ വേണ്ടി ക്യാമറന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കായിരുന്നു. പക്ഷെ അത് നല്ല രസമുണ്ട്. ഇത് നല്ല നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ. എന്താ ഞാൻ കൈ കൊണ്ടൊക്കെ കാണിക്കണേ, പക്ഷെ നന്നായിട്ടുണ്ട്. എടാ അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി പാട്ട് പാടുകയാണ്. നന്നായിട്ടുണ്ടോ? നയൻത്ത് പഠിക്കുമ്പോഴാണ് ഇത്. എനിക്ക് ആദ്യമായിട്ട് 300K ലൈക്ക് കിട്ടിയ എന്തോ വീഡിയോ ആണ് ഇത്, അറിയോ? പാവം കുട്ടിയില്ലേ. നന്നായിട്ടുണ്ട്. ട്രാൻസിഷൻ ആയിരുന്നു, പക്ഷെ ആ കാലത്ത് നല്ലതായിരുന്നു. ഇപ്പൊ റീൽസിൽ കുറെ ക്രിയേറ്റീവ് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നത്. ആ സമയത്ത് ടിക്ടോക്കിൽ വെച്ചാൽ നമ്മള് കുറെ പേരൊന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ അപ്പോഴത്തെ സീൻ ട്രാൻസിഷൻ ആയിരുന്നു. ഇടിക്കുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ മാറി വരും. നന്നായിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് ബോറായതൊക്കെ ഉണ്ടോ വിചാരിച്ചു. ഇല്ല ബാബ ബോർ ചെയ്ത് വേറെ ഒരു വരയ്ക്ക് ഒരു 10 മിനിറ്റ് ചേച്ചിക്ക് ദേഷ്യം വന്നു. എത്ര ശരിയാവാണ്ട് അപ്പൊക്കെ അവള് വരുമായിരുന്നു. മുഖത്ത് റബ്ബ് ചെയ്തും കറക്റ്റ് ഫേസ് മാസ്ക് ആയി. അതൊരു ഹാക്കാണ് ഗൈസ്, നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. അത്രേ ഉള്ളൂ. അല്ല വേറെ എന്തൊക്കെയോ അത് പാർട്ട് കുറെ പാർട്ട് ഉണ്ടായിരുന്നു. ഈ സെയിം പാട്ട് നമ്മൾ ഒരു വട്ടം ഇട്ടപ്പോൾ നമുക്ക് റീച്ച് കിട്ടി. അപ്പൊ നമ്മൾ അതിലെഴുതി തൂങ്ങാൻ തുടങ്ങി. ഇതേ പാട്ട് ഡിഫറെന്റ് സിബ്ലിങ്സ് തമ്മിലുള്ള അടി ഇൻസിഡൻസ്. അങ്ങനെ നമ്മൾ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു റിപ്ലൈ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ലടോ. തന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും യെസ് അല്ലേ പറയുള്ളൂ. പക്ഷെ ഞാൻ നോയെ പറയുള്ളൂ. നീ പണ്ട് അങ്ങനെ ഒരു സ്റ്റാർ ആയിരുന്നില്ലടോ. ഇപ്പോഴൊക്കെയാണ് ഇതെങ്കില് എല്ലാ ട്രോളാനുള്ള ആൾക്കാരുടെ മെയിൻ മറ്റേ കുട്ടിത്തുള്ള മുഖമല്ലേ. എന്റെ ചങ്കാണ് അപ്പുറത്തിരുന്ന് പഠിക്കുന്നത്. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളല്ലേ പരീക്ഷ എഴുതിയത്. പിന്നെ നിങ്ങൾ എന്തിനാ കറുത്ത മുത്തിലെ ബാലജാകുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നത്? അത് നിങ്ങളുടെ സീരിയലല്ലേ. ഒന്നുമില്ല. ഈ വൃത്തികെട്ട വീഡിയോ ഇല്ലേ വൈറലായിരുന്നു. ഈ വൈറൽ എന്ന് വെച്ചാൽ ഇതിന് കുറെ ലൈക്ക് കിട്ടിയേക്കണ്, മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഹൂള വീഡിയോ ലൈക്ക് അപ്പുറത്തെ ആൾക്കാരുടെ ടേസ്റ്റ് അതായിരുന്നു. ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞതും ഫുൾ ടേസ്റ്റ് മാറി. ആ മുറ്റത്ത് കിടന്നു. വീഡിയോ എടുക്കുമ്പോഴേ ചീത്ത പറഞ്ഞ് മുറ്റത്ത് കിടന്നു. മുറ്റത്ത് പോയി കിടക്കണം. എന്നിട്ട്
ഇതൊക്കെ ഒരു വീഡിയോ ആയിരുന്നു. ഇതാരുടെ കണ്ടന്റ് കോപ്പി അടിച്ചാണ്. പക്ഷെ എൻ്റെ ഓവർ ആക്ടിങ് കാരണം എല്ലാ വീഡിയോസ് ഞാൻ ചളവാ. എന്തൊരു ഓവർ ആക്ടിങ് കളയും. അന്ന് നല്ല ലൈക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കണമില്ല, ടിക്ടോക്കില് എനിക്ക് ലോക്ക്ഡൗൺ ആയത് എനിക്കൊരു 3-4 ലക്ഷം കൂടി. ലോക്ക്ഡൗൺ ആയതിന് ശേഷം കൂടിയിരിക്കണത്. അതും എത്ര ഒരു 2-3 മാസത്തിലല്ലേ കൂടി. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ 1 മാസം എനിക്ക് 1 lakh ഫോളോവേഴ്സ് കൂടി. അപ്പം ഈ ഓവർ ആക്ടിങ്ങിന് അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുത്തിണ്ടായിരുന്നു. ഇപ്പം ട്രോളാൻ വേണ്ടി സൂപ്പർ ആയിട്ടുണ്ട്. പോടാ, നന്നായിട്ടുണ്ടല്ലോ. നീ ഇപ്പോഴും ചെയ്യുന്നത് പോലെ ഒന്ന് ഒരെണ്ണം ചെയ്യ. എന്താണ് പണ്ടത്തെ എന്നെ ഞാൻ കളിയാക്കരുത്. അയ്യോ, എല്ലാരും ഫേമസ് ആയി, ഞാൻ മാത്രം ഫേമസ് ആയില്ല. ഞാൻ ഈ ടിക്ടോക്കിലാണല്ലേ, എന്നെ ഒന്ന് ഫേമസ് ആക്കിക്കൂടെ? നിങ്ങൾ ഫേമസ് ആക്കില്ല. ഇത് സൗന്ദര്യം ഇതൊന്നല്ലേ? സൗന്ദര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നെ ഫേമസ് ആക്കില്ലായിരുന്നു. ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ഫേമസ് ആക്കിയോ? ഇത്രയൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കരമായിരുന്നു അല്ലേ? അല്ലേ? എക്സാം ഹാളിൽ പാട്ട് വെച്ച് തരും ഇങ്ങനെ. അല്ല, മനസ്സിലാവാത്തവർക്ക് വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ്. അതായത് ഫുൾ ടൈം ഈ ടിക്ടോക്കിൽ ഇരുന്ന് എക്സാം എഴുതുമ്പോഴും വീഡിയോസ് ഈ തലയിൽ കൂടെ ഓടുന്നുള്ളൂ എന്ന്. അതാണ് എന്റെ കണ്ടന്റ്. എക്സാം ഹാളിൽ പാട്ട് വെക്കല്ലോ. ഓ, എന്ത് കുറച്ച് അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ എന്താ ഉദ്ദേശിച്ചില്ല. അല്ല, അച്ഛനും അമ്മയും കാണുമ്പോ ഇങ്ങനെ, അല്ലാത്തപ്പോ അങ്ങനെ. അതായിരിക്കും. നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായി. അയ്യോ, ഇത് ഞാൻ ലോക്ക്ഡൌണിന് മുന്നേ വാങ്ങിയ പുതിയ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ്. ഇപ്പൊ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് പോകുന്നോണ്ടേ മേക്കപ്പ് ഒന്നും ആരും കാണുന്നില്ല. അതുകൊണ്ട് ഞാനിതിന്റെ പുറത്തിട്ട്. ഈ ലോക്ക്ഡൌൺ സമയത്ത് നീ ഇതൊക്കെ ആയിട്ട് എവിടെ പോകുന്നു? ഞാൻ റേഷൻ കടയിൽ പോന്നു. അമ്മ പോണ്ട, ഞാൻ തന്നെ പോയിക്കോളും. എത്ര ദിവസമായി വല്ലയിടത്തും ഒരുങ്ങിയൊക്കെ പോയിട്ട്. ബൈ മമ്മി. ഇതൊക്കെ ലൈക്ക് ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഞെട്ടിപ്പിക്കണത്. ഞാൻ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതിനൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ പറയല്ലേ. അയ്യോ, ആ ലോക്ക്ഡൗൺ സമയത്ത് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണീക്കുക, ഒരുങ്ങുക, വീഡിയോ എടുക്കുക, അങ്ങനെ ഇടുക, ലൈക്ക് വാങ്ങുക. എനിക്കാണ് മണ്ടപ്രാന്ത് വീഡിയോ എടുത്ത് തരുമ്പോ. നിങ്ങൾ അവിടെ വെച്ചിട്ട് ചില വീഡിയോസ്, അല്ലാത്ത വീഡിയോ ഒക്കെ ചേച്ചിയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളായിരുന്നു. ചേച്ചി എന്നല്ല, നീ ഒറ്റയ്ക്കുള്ള കുറേ വീഡിയോസ്, ചെറിയ സെക്കൻഡ്സിലുള്ള വീഡിയോസ് ആയിരിക്കും. അതിനൊരു 100 പ്രാവശ്യം എടുപ്പിക്കും. ഇതാണ് നസ്മിന്റെ അമ്മ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായത്. ഈ വീഡിയോ എന്റെ ആദ്യം കണ്ടത് ടിക്ടോക്കിന്ന്. ഇത് ക്യാപ്ഷനില് ബാംഗ്ലൂര് പഠിക്കാൻ പോകുമ്പോ എനിക്കറിയാം. കാണലൊക്കെ പറഞ്ഞു, അവർക്കില്ലേക്ക് അറിയില്ലല്ലോ. എനിക്ക് മനസ്സിലായി. എന്നെ വെച്ചിട്ട് ജീവിക്കുക, എക്സ്പ്രഷൻ ഇടിപ്പിക്കുക. എന്താണ് അരിവർക്ക്? ഗൈസ്, ഇത് ഞാനൊരു നെന്മമരാവാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം ആ സമയത്ത് ടിക്ടോക്കിൽ ട്രെൻഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെ അരിനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ലെറ്ററൊക്കെ മേളിക്കറിയുക. അപ്പം ഈ അരിയൊക്കെ വേസ്റ്റ് ആവുമല്ലേ. അപ്പം ഞാൻ അതിനെ പ്രതികരിച്ചിട്ട വീഡിയോ ആണ് ഇത്. അമ്മ കാണാതെ ഞാൻ അരി എടുത്ത് ഇങ്ങനെ ചെയ്തു നോക്കി. അമ്മ വന്നിട്ട് ചെവി പിടിക്കും. ഇത് ബംഗാളി സോറി ഹിന്ദിക്കാരുടെ റീലായിരുന്നു. ഹിന്ദിക്കാരാണ് ഇങ്ങനെ ചെയ്യലേ, നന്മമാരെ കാണിക്കുക അടിക്കുമ്പോ. ഇതൊക്കെ എവിടെന്നൊക്കെ അടിച്ചു മാറ്റിയതാണ്. ഇതൊക്കെ ആരുടെയൊക്കെ വോയിസ് ഒക്കെ. വിജയന്റെ ജയ് വിളിച്ച് ഞാൻ കണ്ടായിരുന്നു.
എനിക്ക് നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ. ഓ ഓ ഐ ലവ് യു. എന്താ എക്സ്പ്രഷൻ വീണ്ട? എന്താണ് നല്ല എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ. എന്താണ് നല്ല എക്സ്പ്രഷൻ ഉണ്ടോ? നന്നായിട്ടൊക്കെ ഉണ്ട്. ഓ എന്നെ തല്ലാൻ പഠിപ്പിക്കലായിരുന്നു നമുക്ക്. അതായത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കണ്ണാടി മുമ്പ് എനിക്ക് ചുണ്ട് നല്ല വേദന. അപ്പൊ ഞാൻ ആലോചിക്കുക എന്താണ്. അപ്പൊ സംഭവം ഞാൻ അമ്മേനെ ചൊറിഞ്ഞപ്പോൾ അമ്മേനെ അടിച്ചു. അത് വളരെ നാച്ചുറലായിട്ട് ഞങ്ങൾ അഭിനയിപ്പിച്ച് തന്നോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മുഖം എന്തൊരു ക്യൂട്ടാണ് നോക്ക്. നല്ല ചന്തണ്ട് മുഖം. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ മുഖം നോക്ക്, ചന്തള്ള മുഖമാണ്. കവിളൊക്കെ നന്നായിണ്ട്. അപ്പൊ നല്ല ക്യൂട്ടാണ്. ഇപ്പോഴാണ് പോയത്. നന്നായിട്ടുണ്ട് അതൊക്കെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ചാടി ചാടി നോക്കുക. എന്നൊക്കെ പറഞ്ഞൊരു വരുവേനങ്ങട് വരും. എന്തിനാന്നോ? ഈ നരകത്തിന്ന് നിങ്ങളെ രക്ഷിക്കാൻ. എന്താല്ലേ അഭിനയം. ഇട്ടും എന്നിട്ട് ഡയലോഗ് അങ്ങോട്ട് സ്പീഡിലുള്ള മെല്ലെ മേടിക്കും. എനിക്ക് തോറ്റു അല്ലേ? പണ്ടത്തെ ഫോട്ടോ ചേച്ചിയുടെ എക്സ്പ്രഷൻ പിന്നെ ഇപ്പൊ അമ്മയാണെങ്കിലും. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് എൻ്റെ പണ്ടത്തെ കുറച്ച് വീഡിയോസ്. പക്ഷെ ഇതൊന്നും അല്ലാതെ വേറെ കുറെ വീഡിയോസ് ഉണ്ട്. അതെവിടെ? അതൊന്നും ഇല്ല. ചേച്ചി ഒന്ന് കാണിച്ചാ അത് വളരെ പണ്ട് ഡബ് സ്മാഷ് ഉള്ള സമയത്ത് അത് ഞാൻ സത്താരി നിൽക്കായിരിക്കും കാണിച്ചില്ല. അന്ന് മുടിയൊക്കെ എത്രയാണ് അറിയോ? അത് ക്ലിപ്പ് ഇടുന്നതിന്റെ മുന്നേ ആയിരുന്നു. എന്നാൽ ആ സമയമായിരുന്നു. അപ്പൊ എന്റെ മുഖം ഇങ്ങനെ ഇതൊക്കെ ക്ലിപ്പ് ഊരിയതിന് ശേഷമുള്ള വീഡിയോസ് അല്ലേ. എന്റെ മുഖം മാറി. അന്ന് ചെറുതാണ്. അതുകൊണ്ട് അന്ന് മുഖം വേറെ, ഇന്ന് മുഖം വേറെ. അതൊന്നും ഒരിക്കലും എനിക്ക് കാണിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കുറച്ച് പഴയ ഇന്നതെയും കണ്ട ഒന്നും ഒരാളും പറയില്ല നീയാണെന്ന്. അത് ഭയങ്കര ഫേസിന്റെ ഷേപ്പ് മാറിയത് അല്ലേ. പിന്നെ അഡോളസെൻസും ആയപ്പോ ഒരു ഗ്ലോയും വന്നു. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് എന്റെ കുറച്ച് പഴയ ടിക്ടോക്ക്. കുഴപ്പമില്ല. പക്ഷെ ചിലർത്തിന്റെ ഓവർ എക്സ്പ്രഷനാണ് കുറച്ച് പ്രശ്നം. നല്ല ക്യൂട്ടാണ് മുഖം. എനിക്ക് നല്ല പ്രസവിച്ചുകൊണ്ട് അമ്മ അങ്ങനെയാണ് മുഖം നല്ല കവളൊക്കെ. അപ്പോൾ ഗൈസ് അതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഏതാണ് ഏറ്റവും കോമഡി തോന്നി, ഏതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓർമ്മയുണ്ട് കള്ളി. അപ്പോൾ ബൈ ഗൈസ്.